നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിലൂടെ വളരെ മനോഹരമായ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥയുടെ അവതരണവും സാഹചര്യവുമാണ് മനോഹരമായിട്ടുള്ളത്. ആ കഥയുടെ അകത്തുള്ളത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളിബ് ലഹും മസലർ റജുലൈൻ. നബിയെ, രണ്ടാളുകളുടെ കഥ നിങ്ങൾ അവർക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കണം. എന്താണ് ആ രണ്ടാളുകളിൽ ഒരാളുടെ പ്രത്യേകത? ജഅൽനാ ലി അഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബ് വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ. രണ്ടാളുകൾ ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവർ നല്ല കൂട്ടുകാരാണ്, അതല്ലെങ്കിൽ അവർ ഒരു ഉമ്മയുടെ മക്കളാണ്, സഹോദരന്മാരാണ്. ആ രണ്ട് സഹോദരന്മാർക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത രീതിയായിരിക്കും ഭൗതിക ലോകത്തുള്ള മനുഷ്യരുടെ സാഹചര്യങ്ങൾ. ഒരാൾക്ക് അല്ലാഹു ദുനിയാവിൽ വലിയ ഉയർച്ച കൊടുക്കുന്നു, തൊട്ടടുക്കലുള്ള ആൾക്ക് അല്ലാഹു തആല ദുനിയാവിൽ താഴ്ച കൊടുക്കുന്നു. ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുകളായിരിക്കും അഞ്ചാളുകൾ. ഒരാൾ ഡോക്ടറാണ്, രണ്ടാമത്തെ ആൾ ഓട്ടോ ഓടിക്കുന്നയാളാണ്, മൂന്നാമത്തെ ആൾ കച്ചവടക്കാരനാണ്, നാലാമത്തെ ആൾ ഒരു പണ്ഡിതനാണ്, അഞ്ചാമത്തെ ആൾ സാധാരണഗതിയിൽ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഒരു നേതാവാണ്. ഇങ്ങനെയാണ് അല്ലാഹു ദുനിയാവിന്റെ ഘടനയെ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ പടച്ചവനിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അല്ലാഹു തമ്പുരാന്റെ ഈ ഭൗതിക ലോകത്ത് നമ്മളാരും വഞ്ചനയിൽ പെടുകയില്ല. അല്ലാഹുവിനെ ഇകഴ്ത്തുവാനോ അവനെ തള്ളിപ്പറയാനോ ദുനിയാവിൽ നമുക്ക് സാധ്യമാവുകയില്ല. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്ന ഈ വചനങ്ങളിൽ പറയുന്ന സംഭവം ഇങ്ങനെയാണ്. രണ്ടാളുകളിൽ ഒരാൾക്ക് നാം രണ്ട് തോട്ടങ്ങളെ സൃഷ്ടിച്ചു കൊടുത്തു. രണ്ട് തോട്ടങ്ങൾ മിൻ അഅനാബ്, രണ്ട് വലിയ മുന്തിരിത്തോട്ടങ്ങളാണ്. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ, ആ രണ്ട് മുന്തിരിത്തോട്ടങ്ങളെയും ഈന്തപ്പനകൾ കൊണ്ട് നാം വലയം ചെയ്യുകയുണ്ടായി. വജഅൽനാ ബൈനഹുമാ സർആ, ഈ തോട്ടങ്ങൾക്കിടയിലൂടെ, ആ ഈന്തപ്പനകൾക്കിടയിലൂടെ നല്ല വ്യത്യസ്തങ്ങളായ കൃഷിയുമുണ്ടായി. മുന്തിരിത്തോട്ടാണ്, ചുറ്റുപാടുകളിലും ഈന്തപ്പനയുണ്ട്. ആ ഈന്തപ്പനയുടെയും മുന്തിരിയുടെയൊക്കെ ഇടയിൽ വേറെയും കൃഷിയുണ്ട്. കിൽതൽ ജന്നതൈനി ആതത് ഉക്ലഹാ വലം തദ്ലിം മിൻഹു ശൈആ. ആ തോട്ടങ്ങളിൽ നിന്നവർക്ക് കൃത്യമായ രീതിയിൽ പഴങ്ങൾ ലഭ്യമാവുകയുണ്ടായി. ഒരു കുറവും ആ ഫലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വകാന ലഹു സമർ, അവന് വേറെയും ഒരുപാട് ധനമുണ്ടായിരുന്നു, അവന് പിന്നെയും ഒരുപാട് സമ്പന്നതയുണ്ടായിരുന്നു. രണ്ടാളുകളിൽ ഒരാൾ തോട്ടങ്ങളും മറ്റു ധനപരമായ സാഹചര്യങ്ങളുമുള്ള ഒരു സമ്പന്നൻ. ഈ സമ്പന്നന്റെ വർത്തമാനം അല്ലാഹു പറയുന്നു. വഹുവ യുഹാവിറുഹു, രണ്ടാമത്തെ ആളോട് ഇവൻ തർക്കിക്കുന്നുണ്ട്. എന്തു പറഞ്ഞാണ് തർക്കിക്കുന്നത്? അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറാ, എടാ നിന്നെക്കാൾ ധനമുള്ളയാളാണ് ഞാൻ, നിന്നെക്കാൾ സൗകര്യവും സാഹചര്യങ്ങളുമുള്ളയാളാണ് ഞാൻ. നിങ്ങൾ ചിന്തിക്കണം, ഇത് ഖുർആൻ പറയുന്നത് മനുഷ്യർക്കിടയിൽ ഈ രീതിയിൽ സംസാരിക്കുന്നവർ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. മനുഷ്യരുടെ സ്വഭാവമാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി, സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ച്, അതായത് പടച്ചവനെ മറന്ന്, ഈ ദുനിയാവിലുള്ള നിഅമത്ത് അല്ലാഹുവിന്റേതാണെന്ന് മറന്ന് അവൻ തന്റെ തോട്ടത്തിലേക്ക് കടന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് ഖാല മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഈ തോട്ടമോ ഇതിന്റെ ചുറ്റുപാടുകളിലുള്ള സമ്പന്നതയോ ഒരിക്കലും നശിച്ചു പോവുകയില്ല, നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. വമാ അദുന്നു സ്സാഅത ഖായിമ, ഖിയാമത്ത് നാൾ ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല.
ഇനി അഥവാ അങ്ങനെ നീ പറയുന്നത് പോലെ ലോകാവസാനമുണ്ടായാൽ അതിനുശേഷം അല്ലാഹു നന്മയെയും തിന്മയെയും വിചാരണക്കെടുത്താൽ ഞാൻ എന്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോയാലും ഇതിനേക്കാൾ നല്ല ഒരവസ്ഥയായിരിക്കും അല്ലാഹു എനിക്ക് തരിക. അവൻ പറയുന്ന കാര്യം എന്താണ്? പടച്ചവൻ ദുനിയാവിൽ എനിക്ക് നല്ലത് തന്നല്ലോ, അതുകൊണ്ട് എനിക്ക് നീ പറയുന്ന പരലോകത്ത് ചെന്നാലും അവിടെ നന്മ മാത്രമേ കിട്ടുകയുള്ളൂ. ഇതാണ് ഒരു മനുഷ്യൻ തഫാഖുർ ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രകടനം നടത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടേണ്ട ഒരു അവസ്ഥയാണിത്. ഇത് വന്നു പോയാൽ നമ്മുടെ ജീവിതം തീർന്നു. ഭൗതികമായ ഏതെങ്കിലും സാഹചര്യം എന്തവസ്ഥയാണെങ്കിലും ആപേക്ഷികമായി അത് കൂടുതലായിരിക്കും. അതെത്ര പാവമാണെങ്കിലും അവനേക്കാൾ പാവത്തെ കാണുമ്പോ ഇവന് ആഢ്യത്വമുണ്ടാകും. അത് നമുക്കിടയിൽ ഉണ്ടാകും. നമ്മൾ ആരും ഇങ്ങനെ അനൗൺസ് ചെയ്ത് നടക്കുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ജ്യേഷ്ഠന്റെ മുമ്പിൽ, നമ്മുടെ അനുജന്റെ മുമ്പിൽ, എന്റെ ഉമ്മമാരെ, നിങ്ങൾക്കിടയിലുള്ള ബന്ധുക്കൾക്കിടയിൽ, മിത്രങ്ങൾക്കിടയിൽ ഈ ഒരു സാഹചര്യത്തെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വർത്തമാനം അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, നിന്നെക്കാൾ പണം എനിക്കുണ്ട്, നിന്നെക്കാൾ സൗകര്യം എനിക്കുണ്ട്. എന്നാൽ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ സവ്വാക റജുലാ. മനുഷ്യ സഹോദരാ, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിക്കുകയും പിന്നെ നിന്നെ നല്ല ഒരു ഉത്തമ പുരുഷനാക്കി സംവിധാനിക്കുകയും ചെയ്ത അല്ലാഹുവിനോട് നീ നന്ദികേട് കാണിക്കുകയാണോ? വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ ആ സമ്പത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ രണ്ടാമത്തെ ആള് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ രണ്ടാമത്തെ ആളുടെ വർത്തമാനമാണ് ഭൗതിക ലോകത്ത് നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളിൽ നമ്മുടെ മാനസികമായ അവസ്ഥ വേണ്ടത്. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ച ഒന്നിനെയാണ് അവൻ എനിക്ക് നൽകിയിട്ടുള്ളത്. ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല അല്ലാഹുവിനല്ലാതെ എന്ന് നിനക്ക് നിന്റെ തോട്ടത്തിലേക്ക് പറഞ്ഞാൽ, നിന്റെ തോട്ടത്തിലേക്ക് കയറിയാൽ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? സുദീർഘമായ വചനങ്ങളുടെ പരിസമാപ്തിയായി ആ കഥയുടെ അവസാനം അല്ലാഹു പറയാണ്, അല്ലാഹു അതിനെ അങ്ങ് നശിപ്പിച്ചു. പിന്നെ അവനൊന്നും പറയാനില്ല. ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. ഒന്നുകിൽ നിങ്ങളെ അല്ലാഹു നശിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിനെ അല്ലാഹു നശിപ്പിക്കും. ഒന്നും ശാശ്വതമല്ല, എല്ലാം നശ്വരമാ. വഉഹീത ബിസമരിഹി ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹാ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ. അവൻ തന്റെ കൈകളെ മലർത്തിപ്പിടിച്ച് അവന് സംഭവിച്ചിരിക്കുന്ന ആ നാശത്തിൽ അവനാകെ ഹതാശനായി, നിരാശനായി അല്ലാഹുവിലേക്ക് വല്ലാത്ത അത്ഭുതത്തോടെയും ഖേദത്തോടെയും പടച്ച തമ്പുരാന്റെ തീരുമാനത്തെ സംബന്ധിച്ച് സംസാരിച്ചത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പറയുകയാണ്. ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് ഈ ഭൗതിക ലോകത്ത് എന്ത് നേട്ടങ്ങളുണ്ടെങ്കിലും അതൊന്നും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമ നടിക്കുവാനോ, മറ്റുള്ളവരുടെ മുമ്പിൽ ജനങ്ങൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ ആദ്യത്തെ പ്രകടനം നടത്തുവാനോ ഉള്ള ഒരു സംവിധാനമാക്കി നമ്മൾ ഉപയോഗിക്കരുത്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ദുനിയാവിനെ മുഖ്യമായി കാണുന്ന ആളുകളുടെ ജീവിതം അങ്ങനെയായിരിക്കും. എങ്ങനെ? തങ്ങളുടെ സമ്പത്തിലും അവരുടെ സന്താനങ്ങളിലും അവർ പെരുമ നടിക്കുന്നവരുമാണ്. അല്ലാഹു നൽകിയ മക്കൾ, ആ മക്കൾക്കുള്ള ജോലിയുടെ പേരിൽ, ആ മക്കൾക്കുള്ള സൗകര്യങ്ങളുടെ പേരിൽ, ആ മക്കൾക്കുണ്ടായ നേട്ടങ്ങളുടെ പേരിൽ പെരുമ നടിക്കുക.
അവരെ മദ്ഹ് പറയാ എന്നല്ല, ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്കെല്ലാ സൗകര്യങ്ങളും ലഭ്യമായിട്ടുണ്ട് എന്ന രീതിയിൽ സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും പെരുമ നടിക്കുക എന്ന് പറയുന്നത് ഭൗതിക ലോക ജീവിതത്തിലെ നാശം അല്ലാഹു നൽകിയ ആളുകളുടെ അടയാളങ്ങളാണ്. പടച്ചവൻ നമ്മളെയൊക്കെ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് കാക്കട്ടെ. ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു ശുദ്ധമായ ഖൽബിനെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മളൊരു പ്രായം നോക്കി പറഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും. കളിയുടെ പ്രായം ഒരു 3-4 വയസ്സ് വരെയാണ്. വിനോദത്തിന്റെ പ്രായം ഒരു 16-17 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സീനത്ത് ഭംഗിയാക്കലിന്റെ പ്രായമാണ്. അതും കഴിഞ്ഞാൽ പിന്നെ തഫാഖുറിന്റെ പ്രായമാണ്. ആ നല്ല യൗവനത്തിന്റെ ആ തീക്ഷ്ണതയിൽ എല്ലാം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴോ മക്കളൊക്കെയായി വിശ്രമ ജീവിതമായി അതിൽ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ആശ്വാസം എന്ന് പറയുന്നത് ഇതിലൊക്കെയുള്ള പെരുമ നടിക്കലാണ്. പടച്ചോൻ പറയാണതൊന്നും വേണ്ട, നിങ്ങളുടെ പെരുമയോ ആദ്യത്തെ പ്രകടനമോ ഒന്നും നിങ്ങൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് ദുനിയാവിലെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം വഞ്ചനയുടേത് മാത്രമാണ്. ദുനിയാവ് വഞ്ചിക്കും മനുഷ്യനെ. അതിന്റെ പിന്നാലെ പോയാൽ പോയവൻ പെട്ടുപോകും. ഐഹിക ലോകത്തോടുള്ള താല്പര്യം നമ്മുടെ പരലോകത്തെ നശിപ്പിക്കും, ഇഹലോകത്തെ അത് ദുഷ്കരമാക്കും. സാധാരണഗതിയിൽ ഒരു കഥ പറയാതെ, ഒരു ചെറുപ്പക്കാരൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള താല്പര്യം തന്റെ ഉപ്പയെ അറിയിച്ചു. വാപ്പ പറഞ്ഞു, മോനെ എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണമല്ലോ. വാപ്പ പെൺകുട്ടിയെ കണ്ടപ്പോൾ മോനോട് പറഞ്ഞു, മോനെ ഇവളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യതയൊന്നും മോനായിട്ടില്ല. തൽക്കാലം ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം. മീനടത്തൂരിൽ അങ്ങനെ ചിന്തിക്കുന്ന വാപ്പമാരൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒരു കഥയാണ് എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വാപ്പയോട് മോൻ തർക്കിച്ചു. അതെന്താ ഇപ്പൊ ഇത് നല്ല പരിപാടിയായല്ലോ, അത് ശരിയാവില്ല വാപ്പ. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുക്കൽ. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ആഹാ നിങ്ങൾ ഇത്ര വലിയ തർക്കമാണോ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും ഇവളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യതയില്ല. ഇവൾക്ക് വേണ്ടത് നല്ല കരുത്തനായവനാണ്. അതുകൊണ്ട് അതിനൊരൊറ്റ ആള് മാത്രമേ യോഗ്യനായിട്ടുള്ളൂ, അത് ഞാനാണ്. 3 പേരും തമ്മിൽ ഭയങ്കര ബഹളം. അവസാനം പ്രശ്നം മന്ത്രിയുടെ അടുക്കലെത്തി. മന്ത്രി, അയ്യേ നീക്കൊന്നും നാണല്ലേ ഒരു പെണ്ണിന്റെ കാര്യത്തിൽ ഇങ്ങനെ തർക്കിക്കാൻ. ഏതായാലും അവളെ ഒന്ന് കണ്ടിട്ട് ഞാൻ തീരുമാനിക്കാം. സുന്ദരിയെ കണ്ടപ്പോൾ മന്ത്രി പറഞ്ഞു, ഇല്ല, ഞാൻ മാത്രമാണ് ഇവളെ കല്യാണം കഴിക്കാൻ യോഗ്യത നേടിയ. 4 ആളുകളും പ്രശ്നം. രാജാവായി തീരുമാനമെടുക്കേണ്ടയാൾ. 4 ആളുകളും രാജാവിന്റെ അടുക്കലെത്തി. രാജാവ് ഇവരെ വല്ലാതെ ചീത്ത പറഞ്ഞു. ഒരു പെണ്ണിന് വേണ്ടി ഇങ്ങനെ ഒരു തർക്കമോ? പെണ്ണിനെ കണ്ടപ്പോൾ, സുന്ദരിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ എന്റെ അന്തപുരത്തിൽ റാണിയായി വാഴിക്കാൻ ഇവളെയായിരുന്നു കാത്തിരുന്നത്, അതുകൊണ്ട് ഇവളെ ഞാനാണ് കല്യാണം കഴിക്കുന്നത്. പടച്ചോനെ എന്താ ചെയ്യാ? അവസാനവരെല്ലാരും കൂടെ തീരുമാനിച്ചു, എന്നാൽ അവളൊരു അഭിപ്രായം പറയട്ടെ, നമ്മളിൽ 5 പേരിൽ ആരെയാണ് ഇവൾ ഭർത്താവാക്കാൻ ഇഷ്ടപ്പെടുന്നത്? സുന്ദരി ഒരു മറുപടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം രാജാവേ, മന്ത്രിയെ, ബാക്കിയുള്ളവരെ വിളിച്ചു. ഞാൻ ഒരു ഓട്ട മത്സരം നടത്താം. ഞാൻ മുന്നിലോടാൻ തുടങ്ങുകയാണ്, നിങ്ങൾ എന്റെ പിന്നാലെ വരണം. ആർക്കാണോ ആദ്യമായി തന്നെ തൊടാൻ കഴിയുന്നത്, ആ തൊടുന്നയാളെയാണ് ഞാൻ കല്യാണം കഴിക്കുക. ഓ, ഞങ്ങൾ എന്നോ റെഡി. 5 ആളുകളും റെഡിയായി. ഇവൾ ഓടാൻ തുടങ്ങി. ഇവളിങ്ങനെ ഓടുന്നതിനനുസരിച്ച് 5 ആളുകളുടെയും മുന്നിൽ പലതും പ്രത്യക്ഷപ്പെടുകയാണ്.
ചിലപ്പോൾ വലിയ കുഴികൾ, ആ കുഴിയെ വകഞ്ഞു മാറ്റണം. ചിലപ്പോൾ ഇടുങ്ങിയ വഴികൾ. എന്തോ ഒരത്ഭുതം, ഈ സുന്ദരി ഇങ്ങനെ ഓടുകയാണ്. ഇടുങ്ങിയ വഴികൾ, വിശാലമായ മരുഭൂമികൾ. ആ വഴിയിൽ അവളുടെ പിന്നാലെ പോയി 5 ആളുകളിൽ ചിലർ കുഴികളിൽ വീണു, ചിലർ ആ ഇടുങ്ങിയ വഴികളിൽ പെട്ടു, ചിലർ ആ മരുഭൂമിയിൽ വഴിയറിയാതെ അലഞ്ഞു. ചില ആളുകളാവട്ടെ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നട്ടിജിച്ച് ആ പെണ്ണിനെ കണ്ടെത്താൻ കഴിയാതെ അവർ ലോകത്ത് അലഞ്ഞു നടന്നു. ഒരാൾക്കും 5 ആൾക്കും ഇവളെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. അവസാനം എല്ലാവരുടെയും നാശത്തിനു ശേഷം ഇവൾ പറഞ്ഞുവെത്രേ, അനദ്ദുന്യാ, ഞാനാണ് ദുന്യാവ്. നിങ്ങളാരാണോ എന്റെ പിന്നാലെ ഓടാൻ വരുന്നത്, നിങ്ങളാരാണോ എന്നെ തൊടാൻ വരുന്നത്, നിങ്ങൾക്കൊരാൾക്കും എന്നെ തൊടാൻ കഴിയില്ല, നിങ്ങൾക്കൊരാൾക്കും എന്നെ സ്പർശിക്കാൻ കഴിയില്ല. ചിന്തിച്ചു നോക്കൂ, അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? എനിക്ക് ദുന്യാവ് മതി എന്ന് പറഞ്ഞ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര വലിയ ജോലി ചെയ്ത് സമ്പാദിക്കുന്നവനാണെങ്കിലും, എത്ര വലിയ ധനാഢ്യനാണെങ്കിലും, ഭൗതിക ലോകം എനിക്ക് മതി, ദുന്യാവ് എനിക്ക് മതി, ഇനി ഞാൻ പണം നേടുന്നില്ല, ഇനി ഞാൻ അധ്വാനിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദുന്യാവ് വേണ്ട എന്ന് തീരുമാനിച്ചവരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തൽ വളരെ പ്രയാസമാണ്. എല്ലാവരും ദുന്യാവിന്റെ പിന്നാലെ പോകുന്നു. ഏതുവരെയാണ് അവരെത്തുന്നത്? ഹത്താ സുർതുമുൽ മഖാബിർ. ആ ദുന്യാവിന്റെ പിന്നാലെ അവർ പോകുമ്പോ അതിൽ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ഖബറുകൾ ഉണ്ടല്ലോ, ആ ഖബറുകൾ വരെ മാത്രമാണ് ഐഹിക ലോകത്തിന്റെ പിന്നാലെ അവർക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ് അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സാബിഖൂ, നിങ്ങൾ മത്സരിക്കൂ, നിങ്ങൾ മുൻകടന്ന് മത്സരിക്കൂ. എന്തിലേക്ക്? അനശ്വരതയിലേക്ക്. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതിലേക്ക് നിങ്ങൾ മുൻകടന്ന് മത്സരിക്കൂ. പിന്നെ നിങ്ങൾ എന്തിലേക്ക് മത്സരിക്കൂ? വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള്. ആകാശഭൂമികളുടെ വിസ്താരമുള്ള സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ മത്സരിക്കൂ. ആ സ്വർഗ്ഗമാണെങ്കിലോ ഉഇദ്ദത്തിൽ മുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് അല്ലാഹു തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നമുക്കല്ലാഹു വലിയ ഒരു അവസരം ദുനിയാവിൽ നൽകി ജീവിക്കാനുള്ള അവസരം. ഈ അവസരത്തിൽ നമ്മൾ ആ അവസരം വിനിയോഗിക്കേണ്ടത് ഇത് ദുനിയാവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മനുഷ്യരുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നതിന് കൊണ്ടാണ്, അടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് ദുനിയാവ് എന്ന് പേര് കിട്ടിയത് എന്നാണ് അദ്ദുനിയ. അതല്ല എങ്കിൽ ഏറ്റവും താഴ്ന്ന സാഹചര്യത്തിലുള്ളത്, അവസ്ഥയിലുള്ളത്, അതുകൊണ്ടാണ് അദ്ദുനിയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദുനിയാ മൽഊന. ഐഹിക ലോകം അഭിശപ്തമായതാണ്, ശപിക്കപ്പെട്ടതാണ്. ഒരു വിലയും യഥാർത്ഥത്തിൽ അതിനില്ല എന്നാ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ ഇതൊക്കെ പറയുമ്പോ പഴയ കാലത്തുള്ള മുഅ്മിനീങ്ങളാണെങ്കിൽ പറയുന്നയാളുടെ ഹൃദയവും ഭൗതിക ലോകത്ത് താല്പര്യമില്ലാത്തൊരവസ്ഥയായി. പക്ഷേ ഇന്നങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ അത് പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇത്തരം ചിന്തകളെ മാറ്റാൻ പറ്റില്ലല്ലോ. നമുക്ക് ഊർജം വേണം ഈമാനിന്, നമുക്ക് ആവേശം വേണം നമ്മുടെ അമലുകൾക്ക്. അതിന് നമ്മുടെ ചിന്തകളിൽ പരിവർത്തനം വരണം. ദുനിയാവിന്റെ പിന്നാലെ ഐഹികമായ ജീവിതത്തെ സ്നേഹിച്ച് ആഖിറത്തിലെ ജീവിതത്തിനെ മറന്നുകൊണ്ട് നമ്മൾ സർവവും നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് ലഭ്യമാകുന്ന ശിക്ഷ വളരെ കഠിനമായിരിക്കും. അതുകൊണ്ട് ദുനിയാവിന്റെ നശ്വരമായ അവസ്ഥകളെ കുറിച്ച് ഹബീബായ പ്രവാചകൻ പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ കേൾക്കണം.
ഒരിക്കൽ നബിയും സ്വഹാബികളും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചത്തുപോയ ഒരാടിന്റെ ജഡം കണ്ടു. നബി ചോദിച്ചു, സ്വഹാബ അതറൗന ഹാദിഹി ശാത ഹൈനതൻ അലാ അഹ്ലിഹാ, ഈ ആട് അതിന്റെ ഉടമസ്ഥന്മാരുടെ മേലിൽ നിസ്സാരമാണ് എന്ന് നിങ്ങൾ കാണുന്നില്ലയോ? സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കതറിയാം, അതുകൊണ്ടാണല്ലോ അതിനെ ആരുമില്ലാത്ത ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഹബീബായ പ്രവാചകര് പറയാണ്, എന്നാൽ ഈ ആടിനോട് യജമാനൻ കാണിക്കുന്ന ആ ഒരു നിസ്സാരമായ അവസ്ഥയുണ്ടല്ലോ, അതുപോലെയാണ് അല്ലാഹു ദുനിയാവിനോട് കാണിക്കുന്നത്. അതുപോലെയല്ല, അതിനേക്കാൾ അഹ്വനാണ്. വല്ലദീ നഫ്സീ ബിയദിഹി ലദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദിഹി ശാത്തി അലാ അഹ്ലിഹാ. ഈ ആടിന് അതിന്റെ ഉടമസ്ഥന്മാർക്കുള്ളതിനേക്കാൾ നിസ്സാരമായ അവസ്ഥയാണ് അള്ളാഹുവിന് ദുനിയാവിനോടുള്ളത്. പടച്ചവൻ ഭൗതിക ലോകത്തിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് പറയാണ്, വലൗ കാനത്തിദ് ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബൗള, ഒരു ചിറക്, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര വിലയെങ്ങാനും, അത്രയും വില, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര നിസ്സാരമായ ഒരു വില ഈ ഭൗതിക ലോകത്തിന് അല്ലാഹു കൽപ്പിക്കുകയായിരുന്നെങ്കിൽ, വില കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണമായിട്ട് എന്റെ ഈ വസ്ത്രത്തിന് ഞാൻ വില കൽപ്പിക്കുന്നുണ്ട്, ഇതിന് വലിയ വില ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഈ വസ്ത്രം എന്റേതാണ്, ഈ വസ്ത്രം ഞാൻ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു, എന്റെ ഈ വസ്ത്രത്തിൽ ചെളിയാവുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഈ വസ്ത്രം അണിഞ്ഞ് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, മറ്റുള്ളവർ എന്നെ കാണാൻ, ഞാൻ ഈ വസ്ത്രം വേറൊരാൾക്ക് കൊടുക്കൂല. നമ്മളുടെ മൊബൈൽ ഫോൺ വിലയുള്ളതാണ്, വിലപിടിപ്പുള്ളതാണ്, എനിക്ക് വിലയുള്ളതാണെന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒരാൾ മോട്ടിച്ചു കൊണ്ടുപോകുന്നത് എനിക്ക് താല്പര്യമുള്ള കേസല്ല, ഇത് വേറൊരാൾക്ക് ഞാൻ വെറുതെ കൊടുക്കൂല. നമ്മുടെ എല്ലാം അങ്ങനെയാണ്, നമുക്ക് വിലയുണ്ട്. അള്ളാഹു അങ്ങനെ ഒരു വില കൽപ്പിക്കുന്നില്ല. പടച്ചവൻ അത് കൊടുക്കുന്നതിൽ യാതൊരു മാനദണ്ഡവും പാലിക്കുന്നില്ല. അവൻ റഹ്മാനാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അങ്ങനെ ഒരു വലിയ വിലയെങ്ങാനും അവൻ കൽപ്പിച്ചിരുന്നുവെങ്കിൽ അവിടുന്ന് പറയുന്നു, മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാ, അള്ളാഹു അവനെ നിഷേധിക്കുന്ന ഒരാൾക്കും ഒരു മുറുക്കു വെള്ളം പോലും ഐഹികമായ ലോകത്ത് വെച്ച് കൊടുക്കുകയില്ല. അവനെ നിഷേധിക്കട്ടെ, അവനെ അംഗീകരിക്കട്ടെ, ആരാധിക്കട്ടെ, അള്ളാഹുവിനെ എതിർക്കട്ടെ, എന്തായാലും ഭൗതിക ലോകത്തെ സുഖം നൽകുന്ന കാര്യത്തിൽ, ഐഹിക ലോകത്തെ ആഡംബരങ്ങൾ നൽകുന്ന കാര്യത്തിൽ, ഭൗതിക ലോകത്തിന്റെ സന്തോഷങ്ങൾ നൽകുന്ന കാര്യത്തിൽ അള്ളാഹു ഈ മാനദണ്ഡം പരിഗണിക്കുന്നേ ഇല്ല. അതായത് പടച്ചവന്റെ അടുക്കൽ ഭൗതികമായ ലോകത്തിന് യാതൊരു വിലയുമില്ല എന്നാണ് സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്തു ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു വലിയ ശ്മശാനത്തിന്റെ സമീപത്ത് നിൽക്കുകയാണ്. ആ ശ്മശാനത്തിൽ പഴയ ഒരു ശ്മശാനമാണ്, പഴയ ഒരു കബറിടമാണ്. ആ കബറിടത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ എല്ലുകൾ മൃഗങ്ങൾ മാന്തി പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് കഫൻപുടകൾ ആ ശ്മശാനത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ട്. ചില തലയോട്ടികൾ ഒരു ഭാഗത്ത് കൂട്ടിയിടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ശ്മശാനമായിരുന്നു അത്. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിച്ചു, സ്വഹാബാ ഹലുമ്മോ ഇലദ്ദുനിയാ, നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിലേക്ക് വരൂ, ഐഹികമായ ലോകത്തേക്ക് വരൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന ചില എല്ലുകളെയും അവിടെ ഉണ്ടായിരുന്ന ചില വസ്ത്രങ്ങളുടെ, നുരുമ്പിയ വസ്ത്രങ്ങളുടെ കഷ്ണങ്ങളെയും കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി ദുനിയാ, ഇതാണ് ദുനിയാവ്. റസൂലുള്ള പറയാണ്, വഹാദിഹി ഇശാറത്തുൻ, ഇത് ഒരു സൂചനയാണ്.
അന്ന സീനത്തദ് ദുനിയാ, നിശ്ചയമായും ഐഹിക ലോകത്തിന്റെ എല്ലാ അലങ്കാരങ്ങളും ഈ നുരുമ്പിപ്പോയ തുണികൾ പോലെ നുരുമ്പാനുള്ളതാണ്. ദുനിയാവിൽ നിങ്ങൾക്കുള്ള ഈ ആഡംബരപൂർണമായ ശാരീരികാവസ്ഥയുണ്ടല്ലോ, വഅന്നൽ അജ്സാമല്ലതി തറാ ബിഹാ സതസീറു ഇമാമൻ ബാലിയ, നിങ്ങളുടെ ഈ ശരീരമുണ്ടല്ലോ, കരുത്തേറിയ ശരീരങ്ങളുണ്ടല്ലോ, ആരോഗ്യമുള്ള ശരീരങ്ങളുണ്ടല്ലോ, അത് മുഴുവൻ നിസ്സാരമായ നുരുമ്പിപ്പോകുന്ന എല്ലാകാനുള്ളതാണ്. ഇതാണ് ഐഹികമായ ലോകത്തിന്റെ അവസ്ഥ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഒന്ന് സ്വലാത്ത് ചൊല്ലൂ, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതിനെ ആ ഒരു അവസ്ഥയിൽ കാണാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ നമ്മൾ ഹൃദയം ദുനിയാവിനെ കുറിച്ച് വേണ്ട രീതിയിൽ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ പിന്നെ കൽബിൽ തെറ്റായ വിചാരങ്ങൾ വരില്ല. പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ മോശമായ വിചാരങ്ങൾക്ക് സ്ഥാനമുണ്ടാവില്ല. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ നമ്മെ ഓർമ്മപ്പെടുത്തി, ദുനിയാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. വളുരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ, നബിയേ ഈ ഐഹികമായ ലോക ജീവിതത്തിന്റെ ഉദാഹരണം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ഖുർആനാണ്, ഇതൊക്കെ നമ്മൾ ഓതുന്നതാണ്. വെള്ളിയാഴ്ച അൽകഹഫ് ഓതുന്നവർ ഈ ആയത്തുകൾ ഓതുന്നതാണ്. എന്താണ് ഇതിന്റെ അവസ്ഥ? കമാ, അത് മഴവെള്ളം പോലെയാണ്. ആ മഴയങ്ങ് ദുനിയാവിലേക്ക് പെയ്താൽ ഫഖ്തലത ബിഹി നബാതുൽ അർള്, ആ മഴയിലൂടെ ഭൂമിയിലാകമാനം ഇടതൂർന്ന് സസ്യലതാദികൾ ഉണ്ടാകുന്നു. അല്ലേ? നല്ല മഴ ഇങ്ങ് പെയ്താൽ നിങ്ങളിപ്പോ ഇരിക്കുന്ന ഈ ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ പച്ച പിടിച്ചു നിൽക്കും. നശിച്ചു പോയിരിക്കുന്ന മുളകൾ പൊട്ടും. പാടത്ത് പോയി ഇങ്ങനെ നോക്കിയാൽ എന്തൊരു ഭംഗിയാണത് കാണാൻ, എന്തൊരു ചന്തമാണ്, എന്തൊരു ഹൃദയഹാരിയാണ്, എത്രമേൽ ഹൃദ്യമായ കാഴ്ചയായിരിക്കും മഴയാൽ വെള്ളത്താൽ ഉണ്ടാകുന്ന ആ പച്ചപ്പ്. എന്നാൽ നല്ലൊരു വെയിലുണ്ടായാൽ, ശക്തമായ കാറ്റടിച്ചാൽ, കുറച്ചു ദിവസം ഈ വെയിലെല്ലാം ശക്തമായി ചൂടായാൽ എന്തുണ്ടാകും? ഫഅസ്ബഹ ഹശീമൻ തദുറൂഹുൽ റിയാഹ്, കാറ്റുകളിൽ പറന്നു പോകുന്ന കച്ചിത്തുരുമ്പുകളായി, നിസ്സാരമായ വൈക്കോൽ തുരുമ്പുകളായിട്ട് ഐഹിക ആ പച്ചപ്പുകൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ തൊട്ടു മുമ്പിൽ കിടക്കുന്ന ഈ ഇലകൾ പോലെ അള്ളാഹു പറയാണ്, ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. നിങ്ങൾക്കിങ്ങനെ കാണാൻ കഴിയും നല്ല പച്ച പിടിച്ച ഇലകൾ, നിങ്ങൾക്കിങ്ങനെ കാണാൻ കഴിയും ദുനിയാവിൽ നല്ല ആരോഗ്യം, ഒരു കുഴപ്പമില്ല, ഹൃദയത്തിന് വേദനയില്ല, കണ്ണിന് കാഴ്ചക്കൊരു കുറവുമില്ല, എനിക്ക് ആരോഗ്യത്തിനൊരു കുറവുമില്ല, നല്ല ദൃഢഗാത്രനാണ്, വീടുണ്ട്, സൗകര്യമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഒക്കെയാണ്. പക്ഷേ ഇനി ഇതാ വരാനിരിക്കുന്നു രോഗം, ഇനി ഇതാ വരാനിരിക്കുന്നു കടം, ഇനി ഇതാ വരാനിരിക്കുന്നു മരണം, ഇനി ഇതാ വരാനിരിക്കുന്നു ഈ സന്തോഷങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുന്ന അവസ്ഥകൾ വരാനിരിക്കുന്നു. അത് തിരിച്ചറിയുന്നിടത്താണ് വിശ്വാസികളെ നമ്മുടെ വിജയം, അത് അവിശ്വസിക്കുന്നിടത്താണ് നമ്മുടെ പരാജയം. ഈ ഒരു വലിയ ഉദാഹരണം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന കാര്യമാണ്. തൊട്ടടുത്ത ആയത്തേതാണ്? അൽ മാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും. സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, അത് ഭൗതിക ലോക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു. സമ്പത്ത് എന്ന് പറയുന്നത് അലങ്കാരമാണ്. ദുനിയാവിൽ സമ്പത്തില്ലെങ്കിലും ജീവിക്കാൻ കഴിയും.
വലിയ സമൃദ്ധിയില്ലെങ്കിലും ജീവിക്കാൻ കഴിയും. അല്ലാഹു പറയാണ് വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ഉത്തമമായ അവശേഷിപ്പുകൾ മാത്രമാണ് ഖൈറുൻ ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഉത്തമമായിട്ടുള്ളത്. സവാബൻ പ്രതിഫലത്താൽ, വ ഖൈറുൻ അമലാ പ്രതീക്ഷയാൽ ഏറ്റവും നന്നായിട്ടുള്ളതും അത് മാത്രമാണ്. എന്താണ് സൂചിപ്പിക്കുന്നത്? നിങ്ങൾ ഈ ഐഹിക ലോകത്ത്, നശ്വരതയുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോ ഈ സമ്പത്ത് എങ്ങനെ ബാഖിയാത്തു സ്വാലിഹാത്താക്കി മാറ്റുന്നു, അതാണ് നിങ്ങൾക്ക് കൂലി. നിങ്ങൾ എങ്ങനെ ഈ സന്താനങ്ങളെ എക്കാലവും നിങ്ങൾക്ക് ഗുണപ്പെടുന്നവരാക്കി മാറ്റിയെടുക്കുന്നു, അതാണ് നിങ്ങളുടെ ശുഭപ്രതീക്ഷ, അതാണ് നിങ്ങളുടെ ഉത്തമമായ പ്രതിഫലാവസ്ഥ. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുകയാണ്. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ, നിങ്ങളെ തകാസുർ നശിപ്പിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങളെ തകാസുർ അശ്രദ്ധമാന്മാരാക്കിയിരിക്കുന്നു. ഇതാരാ പറയുന്നത്? ഭൗതിക ലോകത്തോടൊരു താല്പര്യവും ജീവിതത്തിൽ കാണിച്ചിട്ടില്ലാത്ത സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്തു ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയില്ല, അവിടുന്ന് സ്വർണ്ണ സിംഹാസനത്തിൽ ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകനത് അസാധ്യമായത് കൊണ്ടാണോ? അല്ലല്ലോ. ഹബീബായ പ്രവാചകനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഐഹിക ലോക സൗകര്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നബിയോട് സമ്മതം കൊടുത്തിട്ടുണ്ട്. എക്കാലവും ദുനിയാവിൽ ജീവിക്കാൻ വേണമെങ്കിൽ നബിയെ അങ്ങേക്ക് അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു. ദുനിയാവിലെക്കാലവും ജീവിക്കുന്ന സന്തോഷമോ അതല്ലെങ്കിൽ ഐഹികമായ ലോകത്തെ സന്തോഷമോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല, ഹബീബായ നബിയുടെ ഒരു ദുആ നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. ഗൗരവത്തോടെ നമ്മൾ പഠിക്കേണ്ട ഒരു ദുആയാണ്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. ഹബീബ് പഠിപ്പിച്ച ദുആകൾ വെറും പ്രാർത്ഥനകൾ മാത്രമല്ല, അത് ദുആ ചെയ്ത് കളയേണ്ട ഒരു സംഗതിയല്ല, അങ്ങനെ ചുരുക്കേണ്ട വാചകങ്ങളല്ല. അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആകൾ വലിയ ആശയങ്ങളാണ്, അത് വലിയ സന്ദേശങ്ങൾ ഉമ്മത്തിന് നൽകുന്ന കാര്യങ്ങളാണ്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ. പടച്ചോനെ, ഐഹികമായ ലോകം, നശ്വരമായ ലോകം, ഈ ദുനിയാവ് ഒരിക്കലും തമ്പുരാനെ ഞങ്ങളുടെ ഏറ്റവും വലിയ വിചാരമാക്കല്ലേ, ഏറ്റവും വലിയ ദുഃഖമാക്കല്ലേ. വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ അറിവിന്റെ ലക്ഷ്യമാക്കി ഒരിക്കലും നീ ഈ ദുനിയാവിൽ നിലനിർത്തല്ലേ. നമ്മൾ ചിന്തിക്കണം, നമ്മളത് ദുആ ചെയ്യണം. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയും വേണം. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നം ദുനിയാവരുത്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴും ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മുടെ വിചാരങ്ങൾ ആകെ സങ്കടത്തിലാവരുത്. നമ്മുടെ ഉറക്കം അതിന്റെ പേരിൽ നഷ്ടപ്പെടരുത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നിസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ എഴുന്നേറ്റ് പോയി. സ്വഹാബികൾക്കിടയിൽ നിന്ന് അന്വേഷിച്ചപ്പോഴെന്താണെന്നറിയോ? റസൂലുള്ളാഹിക്കാരോ ഹദിയയായി കൊടുത്ത ഏതാനും ചില വെള്ളി നാണയങ്ങൾ പ്രവാചകന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. ആ വെള്ളി നാണയങ്ങൾ എന്റെ അടുക്കൽ ഉണ്ടായിരിക്കെ ഒരിക്കലും ഞാൻ ഒരല്പസമയം പോലും കഴിഞ്ഞുകൂടുന്നത് താല്പര്യപ്പെടുന്നില്ല എന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.
സ്വഹാബികൾ അങ്ങനെയായിരുന്നു. ഐഹികമായ ലോകം അവരുടെ ദുഃഖമായിരുന്നില്ല. ദുനിയാവിൽ നിന്ന് അവർ അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുകയാണെങ്കിൽ അതവർക്ക് പ്രതിസന്ധിയായിരുന്നില്ല. അവരുടെ സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുമ്പോ ഐഹിക ലോകം അവരെ ഒരിക്കലും ദുഃഖിപ്പിച്ചിരുന്നില്ല. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ അങ്ങനെയുള്ള നിരവധി മഹാന്മാരുണ്ട്. മഹാനായ അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ തവ്വലല്ലാഹു അംറ, ആ മഹാനെ നമ്മളൊക്കെ ആദരിക്കാറുണ്ട്. വലിയ അംഗീകാരം ഇന്ന് മുസ്ലിം സമൂഹം മഹാനുഭാവന് നൽകാറുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഭൗതികമായ ഒരു സാഹചര്യം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. ഗൾഫിൽ അദ്ദേഹം ഇമാമായി സേവനം ചെയ്യുമ്പോൾ ആ സമ്പാദ്യത്തിലൊന്നും ബഹുമാനപ്പെട്ടവർ സൂക്ഷിച്ചു വെച്ചില്ല. മഹാനുഭാവൻ രോഗിയായി കിടക്കുമ്പോൾ കാണാൻ വേണ്ടി ചെന്ന ഒരു സയ്യിദായ മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വലിയ ഒരു സംഖ്യ, വലിയ ഒരു നോട്ടിന്റെ കെട്ട് ഉസ്താദിന് ഹദിയയായി കൊടുക്കുന്നു. ആ ഹദിയ നിർബന്ധിച്ചപ്പോൾ ഉസ്താദ് വാങ്ങിയിട്ട് തലയിണ അടിയിൽ വെക്കുന്നു. ഈ സയ്യിദായ മനുഷ്യൻ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്കളിരിക്കുമ്പോൾ തന്നെ ഉസ്താദിനെ പരിചയമുള്ള ദരിദ്രനായ ഒരു പാവം മനുഷ്യൻ കാണാൻ വേണ്ടി വരുന്നു. തന്റെ മകളുടെ കല്യാണം പറയുന്നു. ആ തലയിണ പൊക്കി തടിയിൽ നിന്ന് ആ നോട്ടിന്റെ കെട്ട് അങ്ങനെ വെച്ചു കൊടുക്കുന്നു. വലാ മബ്ലഗ ഇൽമിനാ, അവരുടെ അറിവിന്റെ ലക്ഷ്യം ഒരിക്കലും ഭൗതികമായ ലോകമായിരുന്നില്ല.